1 കോടി രൂപയുടെ ചെക്കാണ് സബിതയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. ഫിജി കാർഡ്. ഇതാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. MBA രാജഗിരി, ഇൻഫോ പാർക്കിൽ ജോലി ഒക്കെ വിട്ടിട്ട് MBA എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ ഡിഗ്രി എടുക്കാൻ ഫിജി കാർഡിലേക്ക് വന്നിരിക്കുകയാണ്. ഫിജി കാർഡ് കുടുംബത്തിലാണ്. സ്വന്തമായിട്ട് കാറ്, 2 കോടിയുടെ ഫ്ലാറ്റ്, പിന്നെ എത്ര 4 കോടി, 4.5 കോടിയോളം സമ്പാദിച്ചു. 1 കോടിയുടെ ടാക്സ് കഴിച്ചിട്ട് 98 ലക്ഷം. കഴിഞ്ഞ ആഴ്ച ഞാൻ സ്വപ്നയ്ക്ക് കൊടുത്തിരുന്ന 1 കോടി, ലക്ഷക്കണക്കിന് അത് വൈറലായി. ഒരു 5-6 നെഗറ്റീവ് അതിലുണ്ട്. അതൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല, ബോച്ചയെ പറ്റിച്ചിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് ഇവിടെ അത് പറയും, സൂം ചെയ്തോളൂ, എന്നാലും പറയും. ഇപ്പൊ രാത്രിയാണ് എന്നാലും പകലാന്ന് പറയും. അതെല്ലാത്തിനും ഇച്ചിരി അസൂയൊക്കെ ഉണ്ടാവും, സാരില്ല. ഈ പെണ്ണുങ്ങൾ ഇത് അടുപ്പിച്ച് വാരി കൊണ്ടുപോകാനുള്ള പെണ്ണുങ്ങളാണല്ലോ മൊത്തം വാരി കൊണ്ടുപോകണത്. എത്ര പേരുണ്ട് അണ്ടറിൽ? കുറെ പേരുണ്ടാ? ഏകദേശം 50,000 പേര്. എന്റെ അമ്മച്ചി, ഒരു ഇലക്ഷൻ വെക്കാലോ. വളരെ അഭിമാനമുണ്ട്. സ്ത്രീകൾക്കും ഒക്കെ മാതൃകയാണ് ഇത്. അപ്പനെ മാറ്റി പറയാൻ പറ്റില്ല, അമ്മേനെ എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ മാറ്റി പറയാൻ പറ്റില്ല. ഡു ഫോളോ വിത്ത് 100% കോൺഫിഡൻസ്, നോട്ട് 99, until you achieve. ഈ ഒറ്റ വാചകത്തിലാണ് പറയാനുള്ളത്. എന്റെ വിജയം അങ്ങനെയാണ്. നേടുന്നത് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമാണ് വിജയ രഹസ്യം. ഈ 1 കോടി ചെക്ക് എന്ന് പറയണത് എന്റെ ജീവിതത്തിൽ വലിയൊരു നാഴികല്ലാണ്. ഇരട്ടി മധുരം എന്ന് പറയാം. കാരണം ഫിജി കാർഡ് എന്ന് പറയുന്ന പ്രസ്ഥാനമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് 6 വർഷങ്ങൾ. ഈ മെയ് 21 നമ്മുടെ ലാലേട്ടന്റെ പിറന്നാളിന്റെ അന്ന് തന്നെ, ഈ മെയ് 21 ഞാൻ ഫിജി കാർഡ് എന്ന പ്രസ്ഥാനമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അതിൽ 2024 6 വർഷം തികയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ബോബി സാറിന് 1 കോടിയുടെ ചെക്ക് ഇതുപോലെ നേരിട്ട് വാങ്ങണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. 50 ലക്ഷം വിൻ ചെയ്ത സമയത്ത് അത് സാധിച്ചില്ല. കാരണം അമ്മയ്ക്ക് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് സാധിച്ചില്ല. പക്ഷേ അത് മാത്രമല്ല, ഹാപ്പി ബർത്ത്ഡേ. ഇരട്ടി മധുരം എന്ന് പറയാൻ കാരണം അതാണ് അടുത്ത കാര്യം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബോബി സാറിന് ഒരു ചെക്ക് ഇതുപോലെ വാങ്ങാൻ പറ്റുന്നു. പക്ഷെ ഞാൻ ബോബി സാറിന് റിക്വസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നു, സാർ എനിക്ക് സാറിന്റെ നേരിട്ടൊരു ചെക്ക് വേണം 1 കോടി. പക്ഷെ അത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ബോബി സാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു ചെക്ക് തരുന്ന ഒട്ടും പ്രതീക്ഷിച്ചു. ഒരുപാട് സന്തോഷം. എന്റെ ജീവിതത്തിൽ ഞാൻ ബോർഡിംഗ് സ്കൂളാണ് പറഞ്ഞത്. ഒരുപാട് ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ട് ആണ് ഞാനും വളർന്നിട്ടുള്ളത്. അപ്പോഴൊന്നും എനിക്ക് ഇതുവരെ എന്റെ ലൈഫിൽ ഇത്രയും വർഷത്തിൽ എന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ചു. അപ്പൊ ഫിജി കാർഡ് ഫാമിലിയിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യണത്. എന്റെ പിറന്നാള് കിട്ടാൻ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്മാനമായിട്ടാണ് ഞാൻ ഈ 1 കോടിയെ കാണുന്നത്. ഇന്ന് കമ്പനിയുടെ 13 റാങ്കുകളും കവർ ചെയ്ത് ടോപ്പ് മോസ്റ്റ് അച്ചീവ്മെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു നാഴികല്ലാണ് എന്റെ ജീവിതത്തിൽ. അതിന് കാരണക്കാരനായിട്ടുള്ള ബോബി സാറിനും ഈ ഒരു ഫിജി കാർഡ് എന്ന് പറയുന്ന, അതെ, നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചെ, നിങ്ങൾ പണിയെടുത്തോ, നിങ്ങൾ ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. നമ്മൾ അതിനൊരു കാരണമായിരുന്നുള്ളൂ, വഴികാട്ടി, അത്രേ ഉള്ളൂ. ഓക്കെ, എനിവേ ഗുഡ് ലക്ക് വിത്ത് 100% കോൺഫിഡൻസ്. ഗോ ഹെഡ് എന്ന് പറന്നു പോട്ടെ. മുമ്പ് 1 കോടി അക്കൗണ്ടിൽ വന്നില്ലേ? ആഹാ, കൺഗ്രാറ്റുലേഷൻ പറയാൻ വിളിച്ചതാണ്. 98 ലക്ഷം രൂപ. അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ, സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നോ 1 കോടി രൂപ കിട്ടുമെന്നുള്ളത്? 1 കോടി അല്ലല്ലോ അല്ലെ? മുമ്പ് വേറെ സംഖ്യകളൊക്കെ കിട്ടിയിട്ടില്ലേ? കഴിഞ്ഞ 1 വർഷം മുന്നേ 50 ലക്ഷം രൂപ ബോച്ചേന്റെ അടുത്ത് തന്നെ എനിക്ക് അത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. വീണ്ടും 1 കോടിന്റെ ചെക്ക് ബോച്ചേന്റെ അടുത്ത് തന്നെ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇതൊന്നല്ല എന്റെ വരുമാനം, മൊത്തം ഏകദേശം 4 കോടിയിലധികം, 5 കോടിന്റെ അടുത്ത് വരുമാനം എനിക്ക് വാങ്ങാൻ പറ്റി. താങ്ക് യു ബോച്ചെ, താങ്ക് യു. എന്നോട് താങ്ക് യു പറയേണ്ട കാര്യമില്ല, കാരണം എന്റെ പഞ്ചലൈൻ ഉണ്ടല്ലോ, ഡു ഫോളോ അണ്ടിൽ യു അച്ചീവ് ഓർ അണ്ടിൽ യു ഡൈ. ഒന്നില്ലെങ്കിൽ നേടുന്നത് വരെ, അല്ലെങ്കിൽ ചാവുന്നത് വരെ. അബ്ദുൽ കലാം പറഞ്ഞ പോലെ നിങ്ങള് അത് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടി. എനിക്ക് ഇതേപോലെ ഡെയിലി 30,000 ഒരു 2 വർഷത്തിലധികം ഡെയിലി 30,000 വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫിജി കാർഡ് എന്ന ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു നേട്ടമാണ്. അധികം പറയണ്ട. അടുത്തുള്ളവരൊക്കെ കട വാങ്ങാൻ വരും. ഇതുവരെ ഇല്ലാത്ത ബന്ധുക്കളൊക്കെ അന്വേഷിച്ച് വരും. ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ ആൾക്കാർ വരും, ലോട്ടറി അടിക്കണ പോലെ. ഒരു കാര്യം, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ നിങ്ങള്? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ അയച്ചു തന്നാ മതിയോ? കാരണം ഇതൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്യണ്ടേ, നമുക്ക് ഡെവലപ്മെന്റ് നടത്തണ്ടേ? ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ? മലയാളികളിലെ ചിലവർക്കൊക്കെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ദുഷ്പഠിക്കും. അത് മനുഷ്യന്റെ ഒരു അസൂയക്കും വരുന്നില്ല എന്നുള്ളത്, കഷണ്ടിക്കും വരുന്നില്ല. പക്ഷെ മുടി വളരാൻ ബോച്ചെ ഹെയർ ഓയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ കഷണ്ടിക്ക് മരുന്നുണ്ടാക്കാൻ നമുക്ക്, പക്ഷെ അസൂയക്കും വരുന്നില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വപ്ന ഈ ഫിജി കാർഡിൽ വരുന്നതിന് മുമ്പുള്ള ലുക്കും
ഇപ്പോഴത്തെ ലുക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഗ്ലാമർ കൂടിയുണ്ട്. ഗ്ലാമറും കാറ്, വീട്, സൗകര്യങ്ങളൊക്കെ കൂടെ വരുമ്പോ ഭർത്താവിനെ മറക്കണ്ട, വേറെ കല്യാണം ഒന്നും കഴിക്കല്ലേ. എത്ര വിദ്യാഭ്യാസം? 8ാം ക്ലാസ്സും കുസ്തിയാണോ? അയ്യോ, ഓക്കെ. 8ാം ക്ലാസ് പഠിച്ച നിങ്ങൾ എത്രയോ ഡിഗ്രി ഉള്ള പെണ്ണുങ്ങളെ, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളെ നിങ്ങൾ ക്ലാസ് കൊടുത്ത് അവരെ ബിസിനസ് പഠിപ്പിച്ച് അവര് എത്രയോ ആയിരക്കണക്കിന് പേര് കുടുംബം നടത്തുന്നുണ്ട്. ഇപ്പൊ ലക്ഷങ്ങൾ ലഭിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വളർത്തിയെടുത്തല്ലോ. അതൊരു പെണ്ണ് 8ാം ക്ലാസ് പഠിച്ച, അതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒരു സ്ത്രീകൾക്ക് ഒരു യു ആർ ദ റിയൽ റോൾ മോഡലാണ് ആ കാര്യത്തിൽ ഞാൻ.